ഇന്ദിരാഗാന്ധിനെ കാണണമെങ്കിൽ അവർ താല്പര്യപ്പെടണമെങ്കിൽ 5 ലക്ഷം രൂപ കാണിക്ക വെക്കണം. കേരളത്തിൽ അതിൻ്റെ ആശാൻ കരുണാകരനായിരുന്നു. ഈ പ്രതിപക്ഷ ശക്തികളുടെ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആഭ്യന്തരമായിട്ടൊരു അടിയന്തരാവസ്ഥ അനിവാര്യമാണ്. ഈ വർഷം 2025 അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികമാണ്. 1975 ജൂൺ 25-ാം തീയതി അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നിട്ടുള്ള ഇന്ദിരാഗാന്ധി അലഹബാദ് ഹൈക്കോടതി വിധി പ്രകാരം അവരുടെ പാർലമെൻറ്റ് അംഗത്വം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണഘടനയുടെ ജനാധിപത്യ മൂല്യങ്ങളെ ലംഘിച്ചുകൊണ്ട് അധികാരം മുഴുവൻ തന്നെയും സ്വന്തം കൈകളിലേക്ക് ആക്കിക്കൊണ്ട് ദേശീയമായിട്ടുള്ള ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം കേൾക്കുന്നത്, ഞാൻ കേൾക്കുന്നത്, ഞങ്ങൾ കേൾക്കുന്നത്, ലോകം കേൾക്കുന്നത് ജൂൺ 25-ാം തീയതി 7:30 മണിയുടെ അഖിലേന്ത്യാ റേഡിയോയിൽ കൂടിയിട്ടാണ്. ആ സമയത്ത് ഞാനും എൻ്റെ സഹപാഠികളും സുഹൃത്തുക്കളും അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിലായിരുന്നു. 7:30 മണിയുടെ വാർത്ത ഇന്നത്തെ പോലെയല്ല, 50 വർഷങ്ങൾക്കപ്പുറം, 1/2 നൂറ്റാണ്ട് കാലത്തിന് മുമ്പാണ്. അന്ന് ഈ വാർത്താ സംവിധാനങ്ങൾ ഒക്കെ വളരെ പരിമിതമാണ്. മൊബൈൽ ഫോൺ എന്നുള്ളത് കേൾവിക്കപ്പുറത്താണ്. അന്ന് റേഡിയോ കേൾക്കും, രാവിലെ പത്രങ്ങൾ വായിക്കും. അപ്പോൾ 7:30 മണിയുടെ ദേശീയ വാർത്തയിൽ ഈ സംഭവം കേൾക്കുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലെ മെസ് ഹാളിനടുത്തുള്ള റീഡിങ് റൂമിൽ ഹാളിൽ 7:30 വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കുട്ടികൾ നിൽക്കാറുണ്ട്, ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാറുമുണ്ട്. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ റിസർച്ച് ചെയ്യുന്നതായിട്ടുള്ള TK രാമേന്ദ്രൻ, എറണാകുളംകാരൻ, ഹിന്ദിയിൽ PhD ചെയ്യുന്ന വേണു, പിന്നെ അറബിക്ക് MA പഠിക്കുന്നതായിട്ടുള്ള മുഹമ്മദ്, ഞങ്ങൾ 4 പേര്, ഞാൻ പ്രത്യേകം പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ന്യൂ ഹോസ്റ്റലിലെ ഹോസ്റ്റൽ മേറ്റ്സാണ്. മാത്രമല്ല ഞങ്ങൾ അടുത്തടുത്ത മുറികളിലാണ്. എൻ്റെ റൂം നമ്പർ 69 തൊട്ടടുത്ത മുറിയിലാണ് രാമേന്ദ്രനുള്ളത്. അപ്പുറം ഇപ്പുറമായിട്ടൊക്കെയാണ് വേണു മുഹമ്മദൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, പുറത്ത് പോകുന്നത്, നടക്കാൻ പോകുന്നത് ഒക്കെ എല്ലാം തന്നെയും ഒന്നിച്ചായിരിക്കും. ആ കൂട്ടത്തിൽ രാമചന്ദ്രൻ കുറച്ച് രാഷ്ട്രീയമായിട്ട് കുറച്ച് പാണ്ഡിത്യമുള്ളയാളും, പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വളരെ അഗാധമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള ആളും, രാഷ്ട്രീയ അനുഭവമുള്ള ആൾ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുണ്ടായിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ സോഷ്യലിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ വിദ്യാർത്ഥി കാലത്തെ തന്നെ ഞാനതിൽ സജീവമായിട്ടുള്ള അംഗമായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ലോഹിയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രം, മധുലിമായും ജോർജ് ഫെർണാണ്ടസും രാജനാരായണൻ അടക്കമുള്ളതായിട്ടുള്ള ദേശീയ നേതാക്കൾ നയിക്കുന്നതായിട്ടുള്ള സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ അംഗവും, ഞാൻ പറയുകയാണെങ്കിൽ നാഷണൽ കൗൺസിൽ മെമ്പറും കൂടിയായിരുന്നു. 72-73 സോഷ്യലിസ്റ്റ് പാർട്ടി ദേശീയ കൗൺസിൽ മെമ്പറാണ്. അതിന് മുമ്പ് ഞാൻ സോഷ്യലിസ്റ്റ് സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറി ജനറലായിരുന്നു കേരളത്തിലെ. ഞങ്ങളുടെ അന്നത്തെ വിദ്യാർത്ഥി
യുവജന പ്രസ്ഥാനം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് യുവജന സഭ SYS ആയിരുന്നു. ഒറീസയിൽ നിന്നിട്ടുള്ള കിഷൻ പട്നായക്, ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള 27 വയസ്സുള്ള കിഷൻ പട്നായക്കായിരുന്നു ഞങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി. പിന്നെ കിഷൻ പട്നായക് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ നേതാവായിട്ട് ഉയർന്നു വരികയും സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനം ഉണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ധാരാളം പേര് ഇന്ത്യ മുഴുവനും ഉണ്ട്, കേരളത്തിലുമുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള. കാരണം അത്രമാത്രം പ്രഗത്ഭനായിരുന്നു. ആ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലായിരുന്നു. ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്നത് എക്കണോമിക്സിലാണ്. എക്കണോമിക്സിൽ ഞാൻ PhD ചെയ്തിരിക്കുമ്പോൾ എൻ്റെ റിസർച്ച് സബ്ജക്റ്റ് എക്കണോമിക്സ് ഓഫ് കോഫി ഇൻഡസ്ട്രി എന്നുള്ളതാണ്. വയനാട്ടിലെ ബഹുജനങ്ങൾ അന്ന് ആ കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരുന്നതായിട്ടുള്ള പ്രധാനമായിട്ടും വയനാട്ടിലെ കാർഷിക വ്യവസ്ഥയുടെ നട്ടെല്ലായിട്ടുള്ള കാപ്പി കൃഷി. വാസ്തവത്തിൽ അന്ന് കോഫി എന്ന് പറയുന്നത് ഒരു കാർഷിക അടിമത്തത്തിൻ്റെ പ്രതീകം എന്നുള്ള നിലയിലായിരുന്നു ഞാനൊക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. കോഫി ഈസ് ദ സിംബൽ ഓഫ് അഗ്രേറിയൻ സ്ലേവറി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ലോകം അറിയുന്നതായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കൃഷിക്കാരനും ഇന്നിപ്പോൾ ഈ ജനത ഇന്നത്തെ നമ്മളുടെ യുവജനങ്ങൾ പറഞ്ഞ് വിശ്വസിക്കാത്തതായിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ കൃഷിക്കാരൻ ഒരു കാപ്പി നട്ട് വളർത്തി വലുതാക്കി അതിൽ നിന്നിട്ട് പഴം പറിക്കാൻ 4 വർഷമെടുക്കും. 2 പൂവുകൾ വിരിഞ്ഞ് 4ാമത്തെ വർഷത്തിൽ പൂ വിരിഞ്ഞ് പഴുക്കുമ്പോഴാണ് ഈ കാപ്പിപ്പഴം നമ്മൾ പറിച്ചെടുക്കുന്നത്. ഈ കാപ്പിപ്പഴം ഈ ചെടിയിൽ നിന്നിട്ട് പറിക്കണമെങ്കിൽ ലൈസൻസ് എടുക്കണമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഞാൻ നട്ട് വളർത്തിയതായിട്ടുള്ള മരത്തിൻ്റെ അനുഭവം, വൃക്ഷത്തിൻ്റെ അനുഭവം, ചെടിയുടെ അനുഭവം എനിക്ക് പറിക്കണമെങ്കിൽ എക്സൈസിൻ്റെ ആയിട്ടുള്ള സെൻട്രൽ എക്സൈസിൻ്റെ ലൈസൻസ് വേണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനത്തെ ആയിട്ടുള്ളൊരു നിയമമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് 1942 2ാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള ഇന്ത്യൻ കോഫി ആക്റ്റിലെ സുപ്രധാനമായിട്ടൊരു കാര്യം. കോഫി ഗവൺമെൻറ്റിൻ്റെ വകയായിരുന്നു. അപ്പോൾ കോഫിയുടെ സാമ്പത്തിക വശങ്ങളും നിയമപരമായിട്ടുള്ള വശങ്ങളും കോഫിയുടെ പേരിലുള്ള പീഡനങ്ങളെല്ലാം തന്നെയും പറയാനൊരു വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഗവേഷണത്തിൽ സബ്ജക്റ്റായിട്ട് തിരിച്ചെടുത്തത്. എക്കണോമിക്സ് ഓഫ് ഇന്ത്യൻ കോഫി ഇൻഡസ്ട്രി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു പ്രൈസ് സ്പ്രെഡ് എന്നുള്ളതായിരുന്നു. നമ്മൾ അടിയന്തരാവസ്ഥ സബ്ജക്റ്റിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം ഓർമ്മപ്പെടുന്നത്. കാരണം അത് പറയുന്നത്. അപ്പോൾ ഞാൻ എക്കണോമിക്സ് റിസർച്ച് ചെയ്യാണ്, ഹിന്ദിയിൽ റിസർച്ച് ചെയ്യാണ്, രാമേന്ദ്രൻ ഇംഗ്ലീഷ് റിസർച്ച് ചെയ്യണം. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് അറബി മുഹമ്മദുമായിട്ട് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് ഈ വാർത്ത കേൾക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്കിത് മനസ്സിലായില്ല. അത് മാത്രമല്ല, ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം വന്നതിൻ്റെ പിന്നാലെയായിട്ട് 8 മണിയുടെ ന്യൂസോട് കൂടിയിട്ട് വന്നതായിട്ടുള്ള വാർത്തയിൽ ജയപ്രകാശ് നാരായണൻ തുടങ്ങിയിട്ടുള്ള ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ജയിലാക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരായിട്ടുള്ള എനിക്കും രാമേന്ദ്രനും അതിൻ്റെ സീരിയസ്നെസ് പെട്ടെന്ന് മനസ്സിലായി. അത് വലിയ പ്രശ്നമാകാൻ സാധ്യതയുണ്ടല്ലോ ബെൻഹർ, നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്ന് ആലോചിക്കണം. പിന്നെ രാത്രി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം ഈ രാമേന്ദ്രൻ ഒരു പ്രോ നക്സൽ ലൈനിൽ കൂടി CPM ആണെങ്കിൽ പോലും കുറച്ച് കൂടുതലായിട്ടുള്ള തീവ്രമായിട്ട് രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ചെറുപ്പക്കാരൻ. അപ്പോൾ ആ ഒരു വശം വെച്ച് പറയാറുണ്ടായിരുന്നു. കാരണം ഒരു പ്രോ നക്സലാണ്. അതെനിക്ക് സംസാരത്തിൽ എനിക്കറിയാമായിരുന്നു. ഞാൻ നക്സൽ ഗ്രൂപ്പിൻ്റെയും സിദ്ധാന്തങ്ങൾക്കും എതിരെയുള്ള ഡോക്ടർ ലോഹിയുടെയും ഫെർണാണ്ടസിൻ്റെയും ആയിട്ടുള്ള ലൈനിൽ ജനാധിപത്യ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ കൂടിയിട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നന്മയുണ്ടാക്കുക, പുതിയതായിട്ടുള്ള സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക സമത്വം ഉണ്ടാക്കുക എന്നുള്ള ലൈനിൽ ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു. ഞാൻ ബേസിക്കായിട്ടും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട്
ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെക്കുറിച്ചിട്ടുള്ള രാമചന്ദ്രൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഒന്ന് അവിടെ ഉരസിയെങ്കിലും ഇത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്, ജനാധിപത്യത്തിന് വിരുദ്ധമാണ്. മാത്രമല്ല ഇന്ത്യൻ ഭരണഘടന നൽകുന്നതായിട്ടുള്ള മൗലികാവകാശങ്ങൾക്ക്, ജനാധിപത്യ മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയതായിട്ടുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ രാത്രിയിൽ സംസാരം അവസാനിച്ച് കിടക്കാൻ വന്നത്. ഇതാണ് ഒന്നാമത്തെ ദിവസം. അങ്ങനെ 26-ാം തീയതി രാവിലത്തെ പത്രത്തിന് വേണ്ടി, പ്രഭാത പത്രത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നത് പോലെ തന്നെ രാമചന്ദ്രൻ വളരെ ശ്രദ്ധാപൂർവമായിട്ട് നേരത്തെ തന്നെ എഴുന്നേറ്റു. പത്രം വരുന്നത് കാത്തിരുന്ന് ഞങ്ങൾ വായിച്ചപ്പോഴാണ് ദേശീയ തലത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുടേതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. അപ്പോൾ അത് എനിക്ക് അറിയാം. ഇപ്പോൾ പെട്ടെന്ന് പേരുകളൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് നേതാക്കന്മാർ, സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, പിന്നെ അതിനെ എതിർത്തതായിട്ടുള്ള യങ് ടർക്സ് എന്ന് പറഞ്ഞ കോൺഗ്രസ്സിൽ ഇതിന് എതിർപ്പുള്ളതായിട്ടുള്ള വിപ്ലവകാരികളായിട്ടുള്ള ആൾക്കാരിൽ, അതായത് ഇന്ദിരാഗാന്ധിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതായിട്ടുള്ള കോൺഗ്രസ് എം പിമാരിൽ ചിലർ ഒക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ചന്ദ്രശേഖരനൊക്കെ, യങ് ടർക്ക് ചന്ദ്രശേഖരനൊക്കെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതായിട്ടുള്ള വാർത്ത അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു. അതേപോലെയുള്ള ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു, വാർത്തകൾക്ക് നിയന്ത്രണങ്ങൾ വന്നു, പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് വന്നു. പോലീസ് ഇത്തരം കാര്യങ്ങൾ, പത്രസ്ഥാപനങ്ങൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ നടത്തുന്നതായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതായിട്ടുള്ള വാർത്തകളിൽ നിന്നിട്ടുള്ള 2-ാം ദിവസത്തോട് കൂടിയിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി. കാരണം എന്തോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരു സാഹചര്യം വരാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ സെൻസ് ചെയ്യാൻ തുടങ്ങി. 26-ാം തീയതി പകൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട്, അതായത് തേഞ്ഞിപ്പാലം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേഞ്ഞിപ്പാലത്ത് നിന്ന് ഞാൻ ടൗണിലേക്ക്, സിറ്റിയിലേക്ക് വന്ന് എൻ്റെ പാർട്ടി നേതാക്കൾ, അതായത് അന്നത്തെ കോഴിക്കോടുണ്ടായിരുന്നിട്ടുള്ള KP മുഹമ്മദ്, PI ടൂപ്പ്, അരങ്ങിൽ ശ്രീധരൻ, വീരേന്ദ്രകുമാർ തുടങ്ങിയിട്ടുള്ളവരൊന്നും അപ്പോൾ സ്ഥലത്തില്ല. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളതായിട്ടുള്ള വിധിയുണ്ട്. അവരൊക്കെ മുങ്ങിയതായിട്ടുള്ള വാർത്തയാണ്. ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ വളരെ കുറവ്. ലോക്കൽ ഫോണുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ പലരും സ്ഥലത്തില്ല, കാണുന്നില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ കിടന്നതിൻ്റെ ആയിട്ടുള്ള അനുഭവം 1. 2, 74 ഞാൻ 73-ലാണ് PhDക്ക് ചേരുന്നത്. 74 നമ്മളുടെ കേരളത്തിലെ വനം മന്ത്രി KG അടിയോടി വയനാട്ടിലെ പാമ്പ്ര മേഖലയിൽ നിന്നിട്ട് ഒരുപാട് മരം മുറിച്ചു. അപ്പോൾ ഇവിടുന്ന് മരം മുറിക്കുന്നതിനൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. എന്തായാലും തന്നെയും ഫോറസ്റ്റ് മന്ത്രി എന്നുള്ള നിലയിൽ വയനാട്ടിൽ പാമ്പ്രയിൽ നിന്നിട്ട് കള്ളമരം മുറിച്ചു എന്നുള്ളത് പത്ര റിപ്പോർട്ടുകൾ പുറത്തു വന്ന 74 അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ളൊരു കഥ. 74 അത് പിന്നെ ഇവിടെ വലിയ വാർത്തയായി. ഞങ്ങൾ സോഷ്യലിസ്റ്റുകാർ അതിനെതിരെ പ്രമേയങ്ങൾ വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടു നിന്നും ഒക്കെ വന്ന് അങ്ങനെ അഴിമതി നടത്തിയിട്ടുള്ള മന്ത്രി രാജിവെക്കണമെന്നൊക്കെ ഉള്ള മുദ്രാവാക്യം വന്നു. അങ്ങനെ അഴിമതിക്കാരൻ മന്ത്രി KG അടിയോടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യലിസ്റ്റ് യുവജന സഭയുടെ ആഭിമുഖ്യത്തിൽ മന്ദിരത്തിലേക്ക് മാർച്ച് നടത്തുകയാണ് 74. സമയം എനിക്ക് ഡേറ്റുകളൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. അതേതായാലും ഞങ്ങൾ മാർച്ച് നടത്താൻ തീരുമാനിച്ച് ഞങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും, തിരുവനന്തപുരത്തിൻ്റെ ഭാഗത്ത് ചാരുവാറ രവിയുടെയും പേരൂർക്കട രവിയുടെയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാർ, സോഷ്യലിസ്റ്റ് നല്ല മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ, അക്കാലത്തുണ്ട് പഠിക്കുന്നവരുണ്ട്, BAക്കും MAക്കും പഠിക്കുന്നവരുണ്ട്, നല്ല കുറേ കക്ഷികളുണ്ട്. അവരൊക്കെ കൂടിയിട്ട് പിന്നീടൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ടുള്ളവരാണ്. രാജശേഖരൻ, അവരൊക്കെ വലിയ സീനിയർ വക്കീൽമാരായി. അപ്പോൾ അവരൊക്കെ ഉള്ളതായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. ഞാൻ അന്ന് സോഷ്യലിസ്റ്റ് സഭയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയാണ്, വിമോചനത്തിൻ്റെ കോ എഡിറ്ററാണ്, മിസൈലിൻ്റെ സബ് എഡിറ്ററാണ്, ഒരു അത്യാവശ്യം പ്രാസംഗികനാണ്.
ഒരുമാതിരി അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്ത് ഒരു തീപ്പൊരി പ്രസംഗക്കാരനാണ് ഞാൻ. പിന്നെ നല്ല എഴുത്ത് ഉണ്ട്, PhD എഴുതുന്നതായതുകൊണ്ട് കുറച്ച് ഈ പത്രങ്ങളിലെല്ലാം തന്നെയും രാഷ്ട്രീയ ലേഖനങ്ങൾ പേര് മാറ്റി എഴുതുന്നതായിട്ടുള്ള ഒരു സ്വഭാവം എനിക്കുണ്ടായത്. കാരണം നമ്മളെ നേതാക്കന്മാരെ വിമർശിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേര് ഞാൻ ഉപയോഗിക്കില്ല. അവർക്ക് അറിയാം ഞാനാണെന്നല്ലോ, പക്ഷേ എൻ്റെ പേര് പറയും. അങ്ങനെ എന്നെ സമര ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചു. നിർബന്ധമായിട്ട് ഞാൻ പോകണമല്ലോ. ഞാൻ പോകാൻ വേണ്ടി കരുതിയിരുന്നു. അവിടെ ചെന്നു മന്ത്രിമന്ദിരത്തിലേക്ക് മുമ്പിലേക്ക് പടയണി, ഞങ്ങളുടെ സോഷ്യലിസ്റ്റ് യോജന അംഗങ്ങൾ മാർച്ച് നടത്തും. ഭയങ്കര മുദ്രാവാക്യമുള്ളതായിട്ടുള്ള, ഭയങ്കര ആവേശകരമായിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഞാൻ ടൗണിൽ കൂടെ നമ്മളെ പാർട്ടിക്കാരായിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ അന്വേഷിച്ചതായിട്ടുള്ള സമയത്ത് അതിൽ KP മുഹമ്മദ് എന്ന് പറയുന്നതായിട്ടുള്ള അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, സീനിയറാണ് ഞങ്ങളുടെ. ഈവൻ വീരേന്ദ്രകുമാറിൻ്റെയും അരവിന്ദ് ശ്രീധരൻ്റെയൊക്കെ ഒരു ഒരു സീനിയർ എന്നുള്ള നിലയിൽ കുറച്ച് പ്രാധാന്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ KP ഒന്നും കാണാനില്ല, യൂട്യൂബ് മാഷ കാണാനില്ല. ഞാൻ പിന്നെ ലിബർട്ടി ബാലേട്ടൻ എന്ന് പറയുന്നതായിട്ടുള്ള നമ്മളുടെ പാർട്ടിയുടെ സ്ഥിരം ഒരു കോണ്ടാക്റ്റ് പേഴ്സണുണ്ട്. പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആരും കാണുന്നില്ല. രാമുണ്ണി XMLA രാമുണ്ണി ഇല്ല. അപ്പോൾ പിന്നെ RSPക്കാരനായിട്ടുള്ള അഡ്വക്കേറ്റ് PM പത്മനാഭൻ ചാലപ്പുറത്തുള്ളത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുത്ത് പോയി നോക്കുമ്പോൾ അങ്ങേരുമില്ല. സാറെവിടെയാണ് പോയിരിക്കുകയാണ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു പരോക്ഷമായിട്ടുള്ള താടനം, പീഡനം വന്നിട്ടുണ്ടെന്നുള്ളത് രാഷ്ട്രീയമായിട്ടുള്ള സംസാരങ്ങളിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള സൂചനകൾ കിട്ടി. ഉച്ച കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഞാൻ മടങ്ങിപ്പോന്നു. ഹോസ്റ്റലിലെത്തി ആലോചിച്ചു. ഈ ആലോചനയിൽ ഞാൻ രാമേന്ദ്രനുമായിട്ടാണ്, കാരണം വേണുവായിട്ടും മുഹമ്മദുമായിട്ടൊന്നും സംസാരിക്കുന്നതിൽ രാഷ്ട്രീയത്തിൽ അവർ കുറച്ച് പിന്നോക്കമാണ്. കാരണം അവർ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള തീവ്രമായ ആ നിലയിൽ ചിന്തിക്കുന്നതായിട്ടുള്ള നല്ല സാധു വിദ്യാർത്ഥികളാണ്, ഉത്തരവാദിത്തമുള്ള വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലാണ്. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടുള്ള ഞാനും രാമേന്ദ്രനുമായിട്ടൊക്കെ ഗൗരവമായിട്ട് ആലോചിച്ചു. അപ്പോൾ നമുക്കൊരു പോസ്റ്ററിങ് നടത്തിയാലോ, ചുമരെടുത്ത് ഇവിടെ നമ്മൾ നമുക്ക് ആലോചിക്കാൻ രാത്രിയില്ല. അപ്പോൾ ഇതിനോട് അനുഭാവമുള്ളതായിട്ടുള്ള അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ നിലപാട് സ്വീകരിക്കുന്നതായിട്ടുള്ള CI2-ൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ ആൾക്കാർ യൂണിവേഴ്സിറ്റിയിലുണ്ടല്ലോ, ട്രേഡ് യൂണിയൻ അസോസിയേഷനിൽ. അപ്പോൾ അവരിൽ ചിലരെയൊക്കെ കണ്ടപ്പോൾ പലർക്കും അതൊരു മടിയായിട്ടൊക്കെയാണ് ഏതായാലും ചെയ്യാവുന്ന രീതിയിൽ ചെയ്യുമെന്ന് പറഞ്ഞു. പ്രതിഷേധമുണ്ട്, പക്ഷേ അതായത് ദേശാഭിമാനിയിലും പോലെയുള്ള പത്രങ്ങളിലുള്ള ആൾക്കാരിൽ നിന്നിട്ട് കിട്ടുന്നതായിട്ടുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള സൈലൻസാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കാമെന്നുള്ള നിലയിൽ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ആദ്യത്തെ 1-2 ദിവസങ്ങൾ ഇതായിരുന്നു. പിന്നീട് നഗരങ്ങളിൽ ഒറ്റപ്പെട്ടതായിട്ടുള്ള പോസ്റ്ററുകൾ വന്നു. ഈ യൂണിവേഴ്സിറ്റി ചുമരുകളിൽ ചെറിയ തോതിലുള്ള പോസ്റ്ററിങ് ഉണ്ടായി. ഞാൻ അതിനകത്ത് പങ്കെടുത്തിട്ടില്ല, കാരണം രാമേന്ദ്രനും എൻ്റെ കൂടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനതുണ്ടായിട്ടില്ല. നമ്മൾ പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണല്ലോ, സത്യസന്ധമായിരിക്കണം. അപ്പോൾ പോലീസ് കുറേ കൂടിയിട്ട് സജീവമായി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ. ഞങ്ങൾ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഞാൻ രാമേന്ദ്രനൊക്കെ കൂടിയിട്ട് കുറേ ഒതുങ്ങി ചിന്തിച്ചു. ഞാൻ അതിന് ശേഷം വയനാട്ടിൽ വീട്ടിൽ വന്ന് 2 ദിവസം മാറി നിന്ന് പത്രങ്ങളെല്ലാം വായിക്കുകയാണ്. പത്രങ്ങളിൽ നിന്ന് വർഗീസ് വൈദ്യരൻ്റെ അമ്മാവൻ വർഗീസ് വൈദ്യരായിട്ട് കണ്ടു. അപ്പോൾ അവർ പാർട്ടി നേതാവാണ്, CPM-ൻ്റെ വയനാട്ടിലെ ആ കാലത്തെ അല്ല എപ്പോഴും ഉള്ളതായിട്ടുള്ള സീനിയർ നേതാവാണ്, വലിയ ത്യാഗിയായിട്ടുള്ള കർഷക നേതാവാണ്. EMS-ൻ്റെയും AKGയുടെയൊക്കെ നായനാരുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്താണ്, സീനിയറാണ് പ്രായം കൊണ്ട്. അപ്പോൾ പുള്ളി നമ്മളുടെ വീട്ടിൽ കാർന്നവരാണ്. അതേ സമയത്ത് എൻ്റെ രാഷ്ട്രീയ ഗുരു എന്നല്ല, കാരണം CPM ആയിട്ടുള്ള രാഷ്ട്രീയ ലൈൻ എനിക്കില്ല. പ്രശ്നം വളരെ സീരിയസ് ആണ്.
അതെന്താണെന്നുള്ളത് പാർട്ടി ചിന്തിച്ചിട്ട് പാർട്ടി ആലോചിച്ച് പറയും. ഏതായാലും നീ ഇതിനൊന്നും നിൽക്കണ്ട, കാരണം ഒരുപാട് രാഷ്ട്രീയ കേസുകളിൽ ഇടപെട്ടിട്ടുള്ള ആളാണ് ഞാൻ അതിനു മുമ്പ്. അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ടുള്ള രാഷ്ട്രീയം മനസ്സിലാക്കി. വയനാട്ടിലും അതിൻ്റേതായിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ ഭീകരത ഉൾക്കൊണ്ടതായിട്ടുള്ള ജനാധിപത്യ രാഷ്ട്രീയ നേതാക്കൾ കുറച്ചൊരു ആലോചിച്ച് ആക്ഷനിലേക്ക് വരാമെന്നുള്ള നിലയിലേക്ക് പതുങ്ങി നിൽക്കുന്നതായിട്ടുള്ള, പതുങ്ങി നിന്നിട്ട് കുതിച്ചു ചാടാമെന്നുള്ള രാഷ്ട്രീയ തന്ത്രത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീരേന്ദ്രകുമാറിനൊക്കെ അന്വേഷിച്ചു. വീരനൊന്നും വയനാട്ടിലില്ല. അബു സാഹിബ് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവ്, അങ്ങേരെ കിട്ടാനില്ല, ആരുമില്ല. അങ്ങനെ മടങ്ങിപ്പോയി. ഞാൻ അവിടെ ചെന്നു ഇരുന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ചെറിയ ചെറിയ പ്രതിഷേധ യോഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധ യോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ചാലപ്പുറത്തുള്ള RSP നേതാവ് അഡ്വക്കേറ്റ് PM പത്മനാഭൻ്റെ വീട്ടിൽ ഒരു യോഗം വിളിക്കുന്നു എന്നുള്ളത് എന്നെ അറിയിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു KP ഉണ്ടാവുമോ, ടിപ്പു മാഷ് ഉണ്ടാവുമോ? അവരൊക്കെ ഉണ്ടാവും. പിന്നെ ഫറൂഖ് കോളേജിൽ നിന്നിട്ട് 2 പ്രൊഫസർമാരുണ്ടാകും. വേറെ കുറച്ച് RSPയുടെ 1-2 ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ട്. CPMൻ്റെ പേരൊന്നും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ നമ്മൾ സോഷ്യലിസ്റ്റുകാർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐക്യം അതിൻ്റെ ഇടയിലുള്ളത് കൊണ്ടും നമ്മൾ അതല്ല, ആ കാര്യത്തിൽ നമുക്ക് അടിയന്തരാവസ്ഥ വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ എന്ത് പ്രവർത്തിക്കാമെന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ് യോഗത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് വിവരം കിട്ടിയത്. എന്നോട് പറഞ്ഞതും അങ്ങനെയാണ്. പക്ഷേ ആ പറഞ്ഞതായിട്ടുള്ള ദിവസം 4-ാം ദിവസം 5-ാം ദിവസം 6-ാം ദിവസത്തെയാണ്, ഒരാഴ്ചക്കുള്ളിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കാലിക്കറ്റിൽ ഇറങ്ങി പത്മനാഭൻ സാറിൻ്റെ വീട്ടിലേക്ക് ഓട്ടോറിക്ഷ കയറുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു PM പത്മനാഭൻ്റെ ഓ അവിടെ കൊണ്ട് സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടതെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു. അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. അവിടെ പോലീസുണ്ടോയെന്നൊരു സംശയമുണ്ട്. ഞാൻ അങ്ങോട്ട് വരില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ പിന്നെ അന്വേഷിച്ചായിട്ട് അങ്ങേരെ അറസ്റ്റ് ചെയ്തു. പറഞ്ഞതായിട്ടുള്ള ആൾക്കാർ പലരെയും അറസ്റ്റ് വന്നതോടുകൂടി തന്നെ നമ്മളെ പാർട്ടി നേതാക്കന്മാരും ഒളിവിൽ എന്നുള്ള നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുകയാണ്. ഞാനും തിരിച്ചു പോകുന്നു. അപ്പോൾ ക്രൈം ബ്രാഞ്ചിൻ്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെയും പോലീസ് വ്യക്തികൾ പോലീസ് നഗരത്തിൽ വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നു. CPMകാരെ CIT-കാരെ നേതാക്കന്മാരെ അന്വേഷിക്കുന്നു. അവരെ പിടിക്കാനുള്ള സോഷ്യലിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അരവിന്ദ് ശ്രീധരനെ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല, വീരേന്ദ്രകുമാർ സ്ഥലത്തില്ല എന്നെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ വിദ്യാർത്ഥി യുവജന നേതാവും ഔദ്യോഗിക ഭാരവാഹിത്വമുള്ള ആളും വിമോചനം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു പത്രമാണ് വിമോചനം. അതിൻ്റെ എഡിറ്ററാണ് ഞാൻ. പിന്നെ മിസൈൽ എന്ന് പറഞ്ഞിട്ട് M രാമുണ്ണി XMLA കോഴിക്കോട്ട് നിന്ന് ഇറക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള ഒരു ദൈവാരികയുണ്ട് ബ്ലിറ്റ്സ് മോഡലിൽ. അപ്പോൾ അതിൽ ഞാൻ ഈ ലേഖനങ്ങളൊക്കെ എഴുതിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാണ് ഞാൻ. മാത്രമല്ല പഴയ കേസുകൾ എന്ന് പറയുന്നത് ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വിദ്യാർത്ഥി ഞാൻ MA പഠിക്കുന്ന കാലത്താണ് ഞങ്ങളുടെ സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി യൂണിയൻ സോഷ്യലിസ്റ്റ് യുവജന സഭ 18 വയസ്സിൽ വോട്ടവകാശം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അത് കൃഷ്ണൻ പട്നായക്കിൻ്റെ നേതൃത്വത്തിൽ ജോർജ് ഫെർണാണ്ടസിൻ്റെയും രാജ്നാരായണൻ്റെയും മധുലിമായുടെ ഉപദേശ പ്രകാരവും ആയിരുന്നു. ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു 18 വയസ്സിൽ യുവാക്കൾക്ക് വോട്ടവകാശം നൽകുക എന്നുള്ളത്. അത് ലോകത്തിലൊരു വിഷയമായിരുന്നു. കാരണം ഫ്രാൻസിലും ഇംഗ്ലണ്ടിലെല്ലാം തന്നെയും 18 വയസ്സിൽ വോട്ടവകാശം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മോഡലിൽ തന്നെയാണ് ഞങ്ങൾ. അങ്ങനെ 18 വയസ്സിൽ വോട്ടവകാശം കിട്ടണമെന്ന് അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡിമാൻഡായി. ആ ഡിമാൻഡിൻ്റെ ആഭിമുഖ്യത്തിൽ പാർലമെൻറ്റിൽ നിവേദനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചു 69.
അതിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്, കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആളെന്നുള്ള നിലയിൽ എനിക്കും അതിനകത്തൊരു മുഖ്യ പങ്കാളിത്തമുണ്ട്. ഞാനും ഞങ്ങളുടെ സോഷ്യലിസ്റ്റ് യുവാക്കൾ വിദ്യാർത്ഥികളടക്കമായിട്ടൊരു സംഘം ഡൽഹിയിലേക്ക് മാർച്ച് നടത്തി സഞ്ചരിച്ചു. ഞങ്ങൾക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ സ്വീകരണമൊക്കെ തന്നിട്ടാണ് അല്ല വലിയ യാത്രയയപ്പൊക്കെ നടത്തിയത്. ശിവരാമഭാരതിയുടെ നേതൃത്വം സോഷ്യലിസ്റ്റ് നേതാവ്. അദ്ദേഹം ഗോവ സമരത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ്. എക്സ്-MLA ആണ്. 4 പ്രാവശ്യമായിട്ട് MLA ആയിട്ടുള്ള ആളാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. ശിവരാമഭാരതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് യാത്രയയപ്പൊക്കെ നൽകി. അപ്പോൾ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തു നിന്നും പേരൂർക്കട രവി, പാലക്കാട് നിന്ന് K. രാജൻ, കാലിക്കറ്റിൽ നിന്ന് എബ്രഹാം മെൻഹറിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ളതായിട്ടുള്ള ചെറിയ സംഘം, ഒരുപാട് ആൾക്കാരൊന്നുമില്ല. 5-8 പേര്, 9-11 പേരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൽഹി പോയി പാർലമെൻറ്റ് മാർച്ച് നടത്തി. സ്വാഭാവികമാണല്ലോ ഇവരൊക്കെ അന്ന് ഫെർണാണ്ടസൊക്കെ അങ്ങനെ കത്തി നിൽക്കുന്നതായിട്ടുള്ളൊരു കാലമാണ്. മാത്രമല്ല ബദ്രി-വിശാൽപ്പെട്ടി, രബി റോയ്, ജ്ഞാനേശ്വര മിശ്ര, രാജ്നീതി പ്രസാദ്, ബീഹാറിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ പേരുകൾ എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നവരുണ്ട്. അവരൊക്കെ പിന്നീട് മത്സരിച്ച് പാർലമെൻറ്റിലെത്തുകയും മന്ത്രിമാരൊക്കെ ആയിട്ടുള്ള മഹാന്മാരാണ് ആ ചെറുപ്പക്കാർ. അങ്ങനെ ഞങ്ങൾ മാർച്ച് നടത്തി. സ്വാഭാവികമായിട്ടൊരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകുമല്ലോ. ഞാൻ കാലിക്കറ്റിൽ നിന്നിട്ട് ഉള്ളതാണ്, MA വിദ്യാർത്ഥിയാണ് ഞാൻ. സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി യൂണിയൻ്റെ സെക്രട്ടറി ജനറലാണ്. ഈ സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് എന്നോട് മുമ്പിൽ നിൽക്കാനൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാൻ ബീഹാർ, ബംഗാൾ, യു പി എന്നൊക്കെ അന്ന് എന്ത് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. എനിക്ക് തോന്നുന്ന ആ കൂട്ടത്തിൽ ഈ നമ്മുടെ UP മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഇയാളുടെ അപ്പൻ, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ, ചെറുപ്പക്കാർ, അതായത് മുലായം സിംഗ് യാദവൊക്കെ ആ കാലത്ത് ഉയർന്നു വരുന്നതായിട്ടുള്ള താരമാണ്. ഇദ്ദേഹം നമ്മളുടെ ബീഹാറിലെ നേതാവ് യാദവ്, അവരൊക്കെ അതിലുണ്ടായിരിക്കണം. പക്ഷേ നമുക്ക് അന്ന് ബന്ധമില്ല. അങ്ങനെ ഞങ്ങൾ മുമ്പിൽ നിന്ന് പോലീസ് സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിൻ്റെ ഒരു 200 മീറ്റർ വെച്ച് തടഞ്ഞു. ഒരു വലിയ കയറിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ ഭയങ്കര ഒരു വടം കെട്ടി പിടിച്ച് നിൽക്കുകയാണ് പോലീസ്. അതിൻ്റെ ഭാഗത്ത് ചട്ടിത്തൊപ്പിയിട്ടതായിട്ടുള്ള പോലീസുകാർ ലാത്തിയായിട്ട്. അതിനൊരു ഭീകരമായിട്ടുള്ള സ്വാഭാവികമായിട്ട് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ള അന്തരീക്ഷം. ഞങ്ങളവിടെ ചെന്നപ്പറ്റി ഞങ്ങളുടെ ചില നേതാക്കന്മാർ ചാടി ചെന്ന് കയറിൻ്റെ മേലെ വീണ് മറിഞ്ഞ് ആദ്യത്തെ കയറ് ഒഴിവാക്കി. അതിൽ കുറേ പേര് മുമ്പോട്ട് പോയി അതിനെ എല്ലാം തന്നെ പിടിച്ച് പോലീസ് വണ്ടിയിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് പുറകെ നിന്നതായിട്ടുള്ള അവരോടൊപ്പം നിന്നതായിട്ട് മുമ്പിൽ നിന്നിട്ട് എന്നെ പിടിച്ച് പോലീസ് ബസ്സിൽ കയറ്റി തിഹാർ കൊണ്ടുപോയി. അങ്ങനെയാണ് തിഹാർ ജയിലിൽ ഞാൻ എത്തുന്നത്. തിഹാർ ജയിൽ നമ്മളുടെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ളൊരു ഓർമ്മയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ. 13,000 ഏക്കറുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളുടെ ഈ മീനങ്ങാടി പഞ്ചായത്തിന് 12,000 ഏക്കറാണ്. അപ്പോൾ 13,000 ഏക്കറുള്ളതായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിൽ എന്നുള്ളതാണ് തിഹാർ. ബസ്സിൽ കയറിയിട്ട് ഏകദേശം 3/4 മണിക്കൂറോളം നമ്മൾ പോലീസ് ജീപ്പിൽ ഇരുന്നിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഗേറ്റ് കടന്നിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ പഠിക്കാനുള്ളതാണ് ഞാൻ. ഏതായാലും നമ്മൾ അവിടെ എത്തിയതായിട്ടുള്ള കാര്യമാണ്. ഏതായാലും അവിടെ ആഴ്ചകൾ കിടന്നു. അങ്ങനെ തിഹാർ ജയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ മന്ദിരത്തിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴത്തേക്കും പോലീസ് തടഞ്ഞു. വലിയ പോലീസ് വണ്ടികളെല്ലാം തടഞ്ഞു. അവിടെ നിന്ന് ഞാൻ വലിയൊരു പ്രസംഗമൊക്കെ നടത്തി. പ്രസംഗം എന്ന് വെച്ചാൽ കത്തിക്കും നമ്മളൊരു ശൈലിയുണ്ടല്ലോ, മന്ത്രി അടിച്ച് നിരത്തി കപ്പ നടുവെന്നൊക്കെ പറയുന്നതായിട്ടുള്ള രീതിയിലുള്ള പ്രസംഗമൊക്കെയാണ് ആ കാലത്ത് നടത്താനുള്ളത്. അങ്ങനെ അവിടെ പ്രസംഗിക്കുന്ന അപ്പോഴത്തേക്കും പോലീസ് വന്ന് തടഞ്ഞു. എല്ലാവരും അറസ്റ്റ് ചെയ്ത് ഞങ്ങളൊരു 47-50 പേരോളം പിടിച്ചു കയറ്റി. അത് തന്നെ അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ, വലിയ ജയിലുകളുടെ കഥയാണ്. കോഴിക്കോട് സബ് ജയിലിൽ പോയത് കഥയൊന്നും ഇതിൻ്റെ കൂട്ടത്തിൽ വരില്ല, അതൊക്കെ ചീള് കേസാണ്. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ 14 ദിവസത്തേക്ക് ആദ്യം റിമാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങളവിടെ കിടന്നു. പിന്നെ അവിടെ നമ്മൾ MA-ക്കാരൻ PhD-ക്കാരനൊക്കെയാണല്ലോ. അപ്പോൾ ആൾക്കാരെല്ലാം നമ്മൾ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം ഹൈസ്കൂൾ കുട്ടികളിൽ സീനിയർ ഹൈസ്കൂൾ കുട്ടികളുണ്ട്, കുറച്ച് വലിയൊരു, പിന്നെ കോളേജുകാരുണ്ട്, എല്ലാ കോളേജിലുള്ളവരുണ്ട്. അവരൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഏതായാലും 14 ദിവസം അവിടെ കിടന്നുറങ്ങി.
അതും കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ 74 കഴിയുന്ന, അപ്പോൾ 74 വരെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ജയിലുകൾ, സമരങ്ങൾ, കോഴിക്കോടൊക്കെ നടത്തിയിട്ടുള്ള ഒരുപാട്, സോഷ്യലിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് സമരമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറഞ്ഞത് CPM-നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. CPI-ക്കാർ കോൺഗ്രസിനോടൊപ്പമാണ് ചേർന്ന് നിന്നിരുന്നത്. അത് ഈ കേരളത്തിൽ തന്നെയും അച്യുത മേനോൻ്റെ നേതൃത്വത്തിൽ മറ്റേ ഐക്യമുന്നണി UDF, ഇന്നത്തെ UDF-ൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്നതാണ്. അതിൽ CPM-ആണ്. CPI നേതൃത്വം അച്യുത മേനോൻ മുഖ്യമന്ത്രി, കരുണാകരൻ ആഭ്യന്തരമന്ത്രി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതിൽ അതിനെ എതിർത്തതായിട്ടുള്ള ആൾക്കാരാണ് CPM. അപ്പം ഞങ്ങൾ സോഷ്യലിസ്റ്റുകാരും CPM-കാരും ആ കാലത്തിൽ 75-ന് മുമ്പേ തന്നെ ഞങ്ങൾ ഐക്യത്തിലാണ്. ഫെർണാണ്ടസ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അല്ല CPM-ൻ്റെ ദേശീയ നേതാവ് ബസവാപ്പനെയാണോ, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, സുന്ദരയ്യ, അവരൊക്കെ ആയിട്ടുള്ളൊരു ധാരണകൾ എത്തിയിട്ടുള്ളതാണ്. അങ്ങനെ സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും തമ്മിലുള്ളൊരു ഐക്യം തന്നെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ അടിയന്തരാവസ്ഥയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് അപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പുള്ള 70-കളിൽ 70, 71, 72 വരുമ്പോഴത്തേക്ക് 71-ലെ മഹാസഖ്യത്തിൽ സോഷ്യലിസ്റ്റുകാരും സംഘടനാ കോൺഗ്രസ്സുകാരടങ്ങുന്നതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ഇന്ദിരാഗാന്ധിക്കെതിരെ മത്സരിച്ച് രാഷ്ട്രീയമായിട്ട് അതിൽ നമ്മൾ പരാജയപ്പെട്ട് ഇന്ദിരാഗാന്ധി 71-ൽ അധികാരത്തിലേക്ക് വന്നു. അതിനുശേഷം അവരുടെ നിലപാടുകളിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു സോഷ്യലിസ്റ്റുകാരോട്. ആ കമ്മ്യൂണിസ്റ്റുകാരോടും അത് തന്നെയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരോടുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു സമീപനം എന്താ വെച്ചാൽ കുറച്ച് സോഫ്റ്റായിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിനെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ദിരാഗാന്ധിയുടെ US നിലപാട്, അമേരിക്ക വിരുദ്ധ നിലപാടിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു റഷ്യ ഉണ്ടായിരുന്നു. അപ്പോൾ റഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇന്ദിരാഗാന്ധി, CPI പൂർണ്ണമായിട്ടും, മാർക്സിസ്റ്റ് പാർട്ടി ഭാഗികമായിട്ടും അമേരിക്കൻ വിരുദ്ധ നിലപാട് ഇന്ദിരാഗാന്ധിയുടെ നിലപാടിന് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് കമ്മ്യൂണിസ്റ്റുകാരോടൊരു സോഫ്റ്റ് കോർണറും സോഷ്യലിസ്റ്റുകാരോട് കടുത്ത ശത്രുതയായിരുന്നു. വിശേഷിച്ചും ഫെർണാണ്ടസിനോടൊക്കെ ഭയങ്കര വിരോധമായിരുന്നു. മതുല്യമായ ഫെർണാണ്ടസൊക്കെ, മതുല്യമായ വലിയ തിയററ്റീഷ്യനാണ് ഫെർണാണ്ടസ്, ഫയർ ബ്രാൻഡാണ്. ആ ഒരു സാഹചര്യത്തിലാണ് 72 കാലത്താണ് ജയപ്രകാശ് നാരായണൻ തൻ്റെ ആദ്യകാലത്ത് സമരരംഗത്ത് നിന്നിട്ട്, അതായത് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് നിന്നിട്ട് കുറച്ചു കാലം 1950-ൻ്റെ ശേഷം ഇദ്ദേഹം സർവോദയ പ്രസ്ഥാനമായിട്ട് ഭൂമി പങ്കിട്ട് വാങ്ങിക്കുന്നതിലും അങ്ങനെ സർവോദയ നേതാവായിട്ട് ഇദ്ദേഹം ജീവിക്കുകയായിരുന്നു. സൈലൻ്റായിട്ട് ജീവിച്ചിരുന്നതായിട്ടുള്ള ജയപ്രകാശ് നാരായണനെ, വിനോബ ഭാവയും ജയപ്രകാശ് നാരായണനാണ് ഇവിടെ സർവോദയ പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ജയപ്രകാശ് നാരായണനെ സോഷ്യലിസ്റ്റുകാർ, നമ്മളെ ആൾക്കാർ, ഡോക്ടർ ലോഹി അതിന് മുമ്പേ കണ്ടിരുന്നു, മതിലുമായും രബി റോയും. ഒന്നാമത് UP, ബീഹാർ, മധ്യപ്രദേശ്, ഹരിയാന, ബംഗാൾ, ഈ ബെൽറ്റായിരുന്നു സോഷ്യലിസ്റ്റുകാരുടെ ശക്തി കേന്ദ്രം. അപ്പോൾ ബീഹാറിലെ നേതാവ് എന്നുള്ള നിലയിലല്ല, അഖിലേന്ത്യാ നേതാവാണെങ്കിലും ബീഹാറുകാരനായിട്ടുള്ള ജയപ്രകാശ് നാരായണനെ നമ്മളുടെ സോഷ്യലിസ്റ്റ് നേതാക്കന്മാർ ഫെർണാണ്ടസും മതിലുമായും രാജ്നാരായണനും ഒക്കെ പോയി കണ്ട്, കർപ്പൂരി താക്കൂരും പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ്, അവരൊക്കെ കൂടി കണ്ട് ജയപ്രകാശ് നാരായണ രംഗത്തിറക്കി. അപ്പോൾ ഇതിനെതിരെ ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകൾക്കും ഇന്ദിരാഗാന്ധിയുടെ ഫാസിസ്റ്റ് വിരുദ്ധം, മറ്റേ നമ്മൾ പറയുമല്ലോ മുതലാളിത്ത ജന്മിത്ത വൻകിട ചൂഷക ശക്തികൾക്ക്
കുടപിടിച്ചു കൊടുക്കുന്നതായിട്ടുള്ള ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള സോഷ്യലിസ്റ്റ് ജനാധിപത്യ ശക്തികളുടെ പോരാളികൾ ഉയർത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള മുദ്രാവാക്യങ്ങളിൽ പലതാണ്. ഇന്ദിരാഗാന്ധിയെല്ലാം ഭയങ്കര അഴിമതിയുടെ കാലഘട്ടമാണത്. അതായത് ഈ പറഞ്ഞായിട്ട് 72-73 കാലത്ത് അന്നൊരു ചൊല്ലു തന്നെയുണ്ട് ഡൽഹിയിൽ, ഞാനത് പിന്നീട് കേട്ടതാണ്. അതായത് ഇന്ദിരാഗാന്ധിയുടെ അടുത്ത് ചെന്ന് കാശ് കൊടുത്താൽ എന്ത് പറഞ്ഞാൽ തന്നെയും ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ലെസ് ദാൻ 5 lakhs എന്നാണ്. ഇത് ഏത് രീതിയിലാണെങ്കിലും ഇന്ദിരാഗാന്ധിനെ കാണണമെങ്കിൽ അവർക്ക് താല്പര്യപ്പെടണമെങ്കിൽ 5 ലക്ഷം രൂപ കാണിക്ക വെക്കണം, പ്രീതിപ്പെടുത്തണം. എന്നാൽ മാത്രമേ അവരിൽ നിന്നിട്ടൊരു കാര്യം സാധിക്കാൻ പറ്റുന്നത്. വെച്ചാൽ അഴിമതിയുടെ അവതാരമൂർത്തിയായി മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്ദിരാഗാന്ധി ആ കാലത്ത്. അതിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് തമിഴ്നാട്ടിൽ, കർണാടകത്തിൽ, കേരളത്തിൽ. അതിൻ്റെ ആശാൻ കരുണാകരനായിരുന്നു. അതാണ് ഇന്ദിരാ കോൺഗ്രസ് ഗ്രൂപ്പ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് രാഷ്ട്രീയത്തിൽ പബ്ലിക് സ്റ്റേജുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഗുണ്ടുറാവും അയാളും മറ്റേ തമിഴ്നാട്ടിലെ ആളുണ്ടല്ലോ, നാരായണൻ, മറന്നു, എന്നാലും പറയാം. ഇവരൊക്കെയാണ് എല്ലാം കാണണമെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്കുള്ള മേലെ കാശ് കൊടുത്താൽ നിങ്ങൾക്ക് ഏത് ആണോ അനുവാദം കിട്ടും. ഫാക്ടറി തുടങ്ങാനോ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് ചെറിയ കാശ് കൊടുക്കണം. അപ്പോൾ അഴിമതിയുടേതായിട്ടുണ്ട്. അങ്ങനെയാണ് ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ലെസ് ദാൻ 5 lakhs. 5 ലക്ഷത്തിൽ കുറഞ്ഞിട്ടുള്ള സംഖ്യ കൊടുത്താൽ അവർക്ക് പോരാ, അതിന് മേലോട്ട് കൊടുക്കണം. അങ്ങനെ അഴിമതി വിരുദ്ധ സമരത്തിൻ്റെ ആളായിട്ടാണ് ജയപ്രകാശ് നാരായണൻ രംഗത്ത് വരുന്നത്. അതിനുവേണ്ടി വിദ്യാർത്ഥി യുവജനങ്ങളെ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. കാരണം ജയപ്രകാശ് നാരായണനും നെഹ്റുവിനോടൊപ്പമുള്ളതായിട്ടുള്ള വലിയ ഒരു വ്യക്തിത്വമുള്ള ഒരു നേതാവായിരുന്നു. അപ്പോൾ നവനിർമ്മാണ സമിതിയിൽ ബീഹാറിലും അതിന് കൂടുതൽ ശക്തി പ്രാപിച്ചത് ഗുജറാത്തിലാണെന്നുള്ളതാണ്. ഗുജറാത്തിലും ബീഹാറിലും നിന്നിട്ട് വലിയ യുവ വിദ്യാർത്ഥിയാണ്. ആ ഒരു അലയൊലി കേരളത്തിൽ വന്നു. ഞാനൊക്കെ അതിനകത്ത് ചേർന്നു. നവനിർമ്മാണ സമിതിയിൽ സോഷ്യലിസ്റ്റുകാരെന്നുള്ളതിൽ അത് സോഷ്യലിസ്റ്റ് യുവജനങ്ങളുടേതായിട്ടുള്ള ഒരു ഐക്യവേദി എന്നുള്ളതിലാണ്. അതായത് റവല്യൂഷണറി യൂത്ത് ആണ് ഈ നവനിർമ്മാണ സമിതി, ഒരു പുതിയ ലോകമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനോട് തൊട്ടാണ് ജോർജ് ഫെർണാണ്ടസിൻ്റെ അഖിലേന്ത്യ റെയിൽവേ സമരം. ജോർജ് ഫെർണാണ്ടസാണ് അന്ന് HMKPയുടെ നേതൃത്വത്തിൽ, ട്രേഡ് യൂണിയൻ നേതൃത്വത്തിൽ HMKPയുടെയും HMSൻ്റെയും കൂട്ടിക്കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സമരമാണ് 73-74 ഫെർണാണ്ടസ് നടത്തിയത്. ഇന്ത്യ രാജ്യത്തെ ഞെട്ടിച്ച് കളഞ്ഞതായിട്ടുള്ള സമരം 74 ഫെർണാണ്ടസിൻ്റെ റെയിൽവേ സമരം, ജയപ്രകാശിൻ്റെ നേതൃത്വത്തിലുള്ള നവനിർമ്മാണ സമിതി, ലാലു പ്രസാദ് യാദവൊക്കെ വരുന്നത് ഈ നവനിർമ്മാണ സമിതി കിട്ടിയാണ്. അപ്പോൾ ലാലുവൊക്കെ ഉയർന്നു വരുന്നത്, ലാലു അന്ന് ബീഹാറിലെ നളന്ദ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ വിദ്യാർത്ഥി നേതാവാണ് ലാലു പ്രസാദ് യാദവ്, മിടുക്കനാണ്. അപ്പോൾ ഇവിടെ മുലായം സിംഗ് യാദവ് UPയിൽ, ലാലു പ്രസാദ് യാദവ്, ഇവരൊക്കെ വളർത്തിക്കൊണ്ട് വന്നത് സോഷ്യലിസ്റ്റുകാരും ജയപ്രകാശൊക്കെയാണ്. ആ സമരത്തിൻ്റെ മുൻപിലേക്ക് വരുമ്പോൾ ആണ് ഇന്ദിരാഗാന്ധി തിരിച്ച് ഒരു ഫാസിസ്റ്റുകളുടേതായിട്ടുള്ളൊരു സംഘടനയായിട്ടാണ് ജയപ്രകാശിനെ ഇവർ ചിത്രീകരിക്കുകയും സോഷ്യലിസ്റ്റുകാരും അടങ്ങുന്നതായിട്ടുള്ള സംഘം ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെയിൽവേ സമരം, അതേപോലെ തന്നെ വിദ്യാർത്ഥി യുവജന സമരങ്ങൾ, നാടെങ്ങുമുള്ളതായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, അഴിമതി വിരുദ്ധ സമരങ്ങൾ എല്ലാം തന്നെ കൊണ്ട് കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷ കാലഘട്ടത്തിലാണ് അലഹബാദ് ഹൈക്കോടതി വിധി വരുന്നത്. അപ്പോൾ ഈ വിധി വന്നപ്പോഴാണ് ഇന്ത്യയിൽ ഇവരെ ഈ പ്രതിപക്ഷ ശക്തികളുടെ സമരത്തെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആഭ്യന്തരമായിട്ടൊരു അടിയന്തരാവസ്ഥ
അനിവാര്യമാണ് എന്നുള്ളത് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർലമെൻറ്റിൽ അവർ അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണ് അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതിൻ്റെ ഭീകരത 1.5 കൊല്ലം ഇന്ത്യ കണ്ടതും ഇന്ത്യ അനുഭവിച്ചതും ആ ഒരു ഭാഗമായിട്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ ഒരു എന്താ നമ്മൾ രാഷ്ട്രീയക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞ് ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയാവുന്ന നിലയിൽ എബ്രഹാം ബെൻഹർ, മരിച്ചു പോയിട്ടുള്ള രാജൻ, ഇതേപോലെ തന്നെ ജോസഫ് ചാലി, നാട്ടിലെ വലിയ വിഭാഗം ആൾക്കാർ അവസാനിക്കുന്നത്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമുള്ള മാസങ്ങളെക്കുറിച്ചിട്ടുള്ള ചരിത്രം കുറച്ച് ദീർഘമായിട്ടുള്ളതാണ്. അത് നമുക്ക് പറയാം.